നമസ്കാരം. അങ്ങനെ മുനമ്പം മറ്റൊരു സുവർണാവസരമാക്കാൻ ബി.ജെ.പി കരുക്കൾ നീക്കി തുടങ്ങി. കഴിഞ്ഞ ദിവസം നടന്ന ശ്രീധരൻപിള്ള മോൻസ് ജോസഫ് കൂടിക്കാഴ്ചയ്ക്ക് പിന്നിൽ ഈ അജണ്ടയാണ് ഉള്ളതെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. ഒരിടവേളയ്ക്ക് ശേഷം ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളെ ഒപ്പം ചേർത്താൻ വീണ്ടും കരുക്കൾ നീക്കുകയാണ് ബി.ജെ.പി. മുനമ്പത്തെ വഖഫ് വിഷയം ഉപയോഗപ്പെടുത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ക്രിസ്ത്യൻ വോട്ട് ബാങ്ക് അനുകൂലമാക്കാനുള്ള ശ്രമങ്ങളാണ് ബി.ജെ.പി ആരംഭിച്ചിരിക്കുന്നത്. മുൻ ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷനും ഗോവ ഗവർണറുമായ അഡ്വക്കേറ്റ് പി.എസ്. ശ്രീധരൻപിള്ളയും മോൻസ് ജോസഫ് എം.എൽ.എയും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ച ഇതിന്റെ ഭാഗമാണ് എന്നാണ് വിലയിരുത്തൽ. മുനമ്പത്തെ വഖഫ് വിഷയം ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ധ്രുവീകരണം ഉണ്ടാക്കി എന്നാണ് ബി.ജെ.പിയുടെ വിലയിരുത്തൽ. നേരത്തെ കോട്ടയത്തെ ഒരു സ്വതന്ത്ര എം.എൽ.എ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തി എന്ന തരത്തിൽ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇതിനു പിന്നാലെയാണ് പി.എസ്. ശ്രീധരൻപിള്ള മോൻസ് ജോസഫ് ചർച്ച എന്നതും ശ്രദ്ധേയമാണ്. കടുത്തുരുത്തി ഫൊറാന പള്ളി സന്ദർശിക്കാനെത്തിയപ്പോഴാണ് ശ്രീധരൻപിള്ള അടച്ചിട്ട മുറിയിൽ അരമണിക്കൂറോളം മോൻസ് ജോസഫുമായി കൂടിക്കാഴ്ച നടത്തിയത്. പള്ളി വികാരി ഫാദർ മാത്യു ചന്ദ്രൻകുന്നേലും ഇവർക്കൊപ്പമുണ്ടായിരുന്നു. കോട്ടയം, പത്തനംതിട്ട ജില്ലകൾ കേന്ദ്രീകരിച്ച് ക്രിസ്ത്യൻ വോട്ട് ബാങ്ക് ചോർത്താനായി ബി.ജെ.പി കാലങ്ങളായി ശ്രമിക്കുന്നുണ്ട്. കഴിഞ്ഞ നിയമസഭാ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും ഇതിനുവേണ്ടി വലിയ ശ്രമമുണ്ടായിരുന്നു. അനിൽ ആന്റണി, പി.സി. ജോർജ് എന്നിവരെ പാർട്ടിയിലെത്തിച്ചത് ഇതിന്റെ ഭാഗമാണ്. 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് ക്രൈസ്തവ സഭകളുമായി ഏറെ അടുപ്പമുള്ള മോൻസ് ജോസഫ് വഴി മധ്യ കേരളത്തിൽ സ്വാധീനമുണ്ടാക്കാനാണ് ബി.ജെ.പി ശ്രമിക്കുന്നത്. ഒരു സ്വതന്ത്ര എം.എൽ.എയെ ഒപ്പം കൂട്ടി അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് മധ്യ കേരളത്തിൽ രാഷ്ട്രീയ സഖ്യം ഉണ്ടാക്കുക എന്നതാണ് ബി.ജെ.പിയുടെ തന്ത്രം. മുനമ്പം വിഷയത്തിൽ ക്രൈസ്തവ വിഭാഗത്തിന്റെ വിശ്വാസം ഒരു പരിധിവരെ നേടാനായി എന്നാണ് പാർട്ടിയുടെ കണക്കുകൂട്ടൽ. വഖഫ് ബില്ല് പാർലമെന്റിൽ പാസാക്കുന്നതോടെ ക്രൈസ്തവ സഭകളുടെ പിന്തുണ ഉറപ്പാക്കാം എന്നാണ് ബി.ജെ.പി കണക്കുകൂട്ടുന്നത്. മുൻ വർഷങ്ങളിലേതിന് സമാനമായി ക്രിസ്മസിന് മുമ്പ് സമ്മാനപ്പൊതികളുമായി ക്രൈസ്തവരുടെ വീടുകളിൽ സന്ദർശനം നടത്താനും ബി.ജെ.പി തീരുമാനിച്ചിട്ടുണ്ട്. രണ്ടിലൊരു ന്യൂനപക്ഷത്തിന്റെ പിന്തുണയില്ലാതെ കേരളത്തിൽ വിജയ സമവാക്യം തീർക്കാനാവില്ല എന്ന യാഥാർത്ഥ്യം മുന്നിൽ കണ്ടാണ് ബി.ജെ.പി ക്രിസ്തീയ സഭകളെ വശീകരിക്കാൻ ശ്രമിക്കുന്നത്. സാമം, ദാനം, ഭേദം, ദണ്ഡം എന്നിങ്ങനെ ഏത് മാർഗം ഉപയോഗിച്ചും സഭകളെ വരുതിയിലാക്കാനുള്ള പദ്ധതിയാണ് ബി.ജെ.പി അധികാരം ഉപയോഗിച്ച് പ്രാവർത്തികമാക്കുന്നത്. മുസ്ലിം, ക്രിസ്ത്യൻ മതവിഭാഗങ്ങൾ കാലങ്ങളായി യു.ഡി.എഫിനൊപ്പമോ ചിലപ്പോഴെങ്കിലും എൽ.ഡി.എഫിനൊപ്പമോ നിന്നുപോരുന്ന സാഹചര്യം തകർക്കലാണ് അവരുടെ ലക്ഷ്യം. ശബരിമല വിധി വീണ് കിട്ടിയപ്പോൾ ഒരു സുവർണാവസരമാണെന്ന് പറഞ്ഞ ശ്രീധരൻപിള്ള മുനമ്പവും ഒരു സുവർണാവസരമാക്കുകയാണ് എന്നാണ് അണിയറ സംസാരം. അപൂർവം സഭാ നേതാക്കളെ ഒപ്പം നിർത്താനായത് അവരുടെ ആവേശം വർദ്ധിപ്പിച്ചിട്ടുമുണ്ട്. ബി.ജെ.പിയുടെ ഈ നീക്കത്തിനെതിരെ ഇരു മുന്നണികളും ജാഗ്രത പുലർത്തുമോ എന്ന് കാത്തിരുന്നു കാണാം.